കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കായംകുളം ഉപജില്ലാ സമ്മേളനം കായംകുളത്ത് സമാപിച്ചു. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ, വികസിത വൈജ്ഞാനിക നവകേരളം, സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. KSTA ആലപ്പുഴ ജില്ലാ സമ്മേളനം ജനുവരി 17-18 തീയതികളിൽ കായംകുളത്ത് നടക്കും. KSTA കായംകുളം ഉപജില്ലാ സമ്മേളനം കായംകുളത്ത് സമാപിച്ചു. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ, വികസിത വൈജ്ഞാനിക നവകേരളം, സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഉപജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കേശുനാഥ് ഉദ്ഘാടനം ചെയ്തു. 70 വർഷത്തിലേക്ക് എത്തുമ്പോൾ കേരളവും അതിദരിദ്രരായ അല്ലെങ്കിൽ അതിദരിദ്ര സംസ്ഥാനമായി കേരളം മാറുന്നു. ഇന്ത്യയിൽ ഒട്ടനവധി സംസ്ഥാനങ്ങളുണ്ട്. ഇന്ന് ആ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ കേരളം കൈവരിച്ചു. അതിലൊന്നാണ് വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസ മേഖല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി നേട്ടങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിനുള്ള സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാറിന്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉപജില്ലാ പ്രസിഡന്റ് സന്ദീപ് SP അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിനോടൊപ്പം നടന്ന് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനം നടത്തുന്ന FSLA പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രമുഖ സംഘടനയാണ് KSTA. കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനങ്ങളുടെ നേതാവ്, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച അധ്യാപക സംഘടന, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അധ്യാപക സംഘടന എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന KSTയുടെ 35 സമ്മേളനങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന സബ് ജില്ലാ സമ്മേളനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള പൊതുയോഗമാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. സംസ്ഥാന സമിതി അംഗം S സത്യജ്യോതി, ജില്ലാ നേതാക്കളായ ഗോപി കൃഷ്ണൻ, VS അനിൽകുമാർ, G കൃഷ്ണകുമാർ, K ബിനീഷ് കുമാർ, T മുനീർ മോൻ, ഉപജില്ലാ സെക്രട്ടറി J ഗായത്രി, ട്രഷറർ K വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. KSTA ആലപ്പുഴ ജില്ലാ സമ്മേളനം ജനുവരി 17-18 തീയതികളിൽ കായംകുളത്ത് നടക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം.